ഒരു ആഡമിക് റേസും ഒരു ജീസസിൻ്റെ റേസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആഡമിക് ജനറേഷനും ഉണ്ട്, ഒരു ജീസസ് ജനറേഷനും ഉണ്ട്. യേശുവിൻ്റെ തലമുറ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന തലമുറ, യേശുവിൻ്റെ തലമുറ എന്ന് എഴുതിയിട്ടുള്ളത് ഏതാണെന്ന് എഴുതിയിട്ടില്ല. ആ തലമുറ എന്ന് പറയുന്നതാണ് ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും. ക്രൈസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ 42nd ജനറേഷൻ. ഈ ജനറേഷൻ ഇതുവരെ, ഞാനത് പ്രോഫറ്റിക്കലി തന്നെ വിളിച്ചു പറയുകയാണ്, ഇതുവരെ ഇതിനു മുമ്പ് പുറകിലേക്ക് നടന്ന് സംഭവിച്ചതൊന്നും തന്നെ ഒരു റെഫറൻസ് ആയി കാണാൻ കഴിയാത്ത നിലയിലുള്ള വേറൊരു ടാൻജൻറ്റിലേക്ക് പോകുന്ന ജനറേഷനാണ് ഇപ്പോഴുള്ള ജനറേഷൻ. 42ാമത്തെ ജനറേഷൻ ഞാനും നിങ്ങളും. സ്ക്രിപ്ചറിൽ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതാണ്. 42nd ജനറേഷൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ജനറേഷൻ. ഈ ജനറേഷനെ കുറിച്ചാണ്. ഇപ്പം ഇതിനു മുമ്പ് ഇപ്പം ഇത് എഴുതിയ പോള് മരിച്ചുപോയി, പീറ്റർ മരിച്ചുപോയി, അവർ മരിച്ചുപോയി, ഇവർ മരിച്ചുപോയി, എന്ത് ലിസ്റ്റും നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഇനിയും വരുന്ന ജനറേഷൻസ്, നമ്മൾ ഉൾപ്പെട്ട ഈ ജനറേഷൻസ് കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ഇതിന് പ്രീവിയസ് ജനറേഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഗോഡ്ലിനെസ്സിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. ക്രൈസ്റ്റ് ജനറേഷൻ, ഒത്തിരി ചർച്ചകൾക്ക് ക്രൈസ്റ്റ് ജനറേഷൻസ് എന്ന് പേരുണ്ട്, മിനിസ്ട്രീസിനൊക്കെ ഉണ്ട്. പക്ഷേ ട്രൂലി യേശുക്രിസ്തു പറഞ്ഞ, യേശുക്രിസ്തു എങ്ങനെ ഭൂമിയിലായിരുന്നോ അതിനേക്കാളും നിലയിൽ സാധാരണക്കാരെന്ന് നാം കാണുന്ന നമ്മളിലൂടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രോമിസസിൻ്റെ ഫുൾഫിൽമെൻറ്റ്സ്, പ്രോഫറ്റിക് ഫുൾഫിൽമെൻറ്റ്സുകൾ കാണുന്ന ജനറേഷനാണ് ഞാനും നിങ്ങളും.